ആലപ്പുഴ റിവർ ലൈൻ ബോട്ടിലെ ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ നിരന്നിരുന്നത്. ഇതാണ് അവരുടെ പാചക കലകൾ നടക്കുന്ന സ്ഥലം, അതായത് ബോട്ടിൻ്റെ കിച്ചൺ. ഈ നിന്ന് എണ്ണയ്ക്കകത്തോട്ട് കരിമീൻ പെറുക്കി ഇടുന്ന ചേട്ടനാണ് ഇവിടുത്തെ മെയിൻ കുക്ക് കേട്ടോ. കരിമീൻ്റെ മസാല ഉണ്ടല്ലോ, നമ്മൾ സാധാരണ മീൻ ഇറച്ചിയൊക്കെ വറക്കുമ്പോഴത്തേന് നമ്മൾ പുരട്ടുന്ന മസാലയ്ക്ക് ഒരു വെള്ളമയത്തോടുകൂടിയല്ലേ നമ്മൾ പുരട്ടിയെടുക്കുന്നത്. അതായത് ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് കരിയായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്. പക്ഷേ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇവരെ ആ കരിമീനകത്ത് ഒരു തരി വെള്ളമയമില്ല, എന്തോ പൊടിക്കകത്ത് തന്നെ ഇട്ട് ഇറക്കി, അതായത് പൊടിമയത്തോട് തന്നെയാണ് ഇവർ എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കുന്നത് കേട്ടോ. പക്ഷെ കരിഞ്ഞു പോകുന്നുള്ള ആ ഒരു പ്രശ്നമൊന്നും കണ്ടില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല കാണാൻ നല്ലതുപോലെ ഇരിക്കുന്നത് പോലെ തന്നെ ടേസ്റ്റ് ചെയ്യാനും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. എന്തുവാ ഞാൻ പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരു സെക്ഷൻ കരിമീൻ ഇങ്ങനെ ചേട്ടൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ അടുത്തത് ഇടും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ആ മസാല ഉണ്ടായിരിക്കുന്നത് പൊടിമയത്തോടുകൂടി തന്നെ ഒഴിക്കുന്നത്. ഇങ്ങനെ കുറേ വറുത്തെടുത്തുകൊണ്ടായിരിക്കാം മീൻ നല്ലതായിട്ട് മൊരിഞ്ഞ് ആണ് കേട്ടോ കിട്ടിയത്. നല്ല മൊരിഞ്ഞ കരിമീനായിരുന്നു. അതുപോലെ തന്നെ കരിമീൻ ഇവിടെ ആ ചേട്ടൻ വറക്കുന്ന കൂട്ടത്തിൽ തന്നെ അപ്പറേ കടകടകടകടകടകടകടാന്ന് സൗണ്ട് കേൾക്കാം. അത് വേറൊന്നുമല്ല, തോരനും അവിയലിനും ഒക്കെ ഉള്ള ഐറ്റംസ് വേറെ ചേട്ടൻ അവിടെ നിന്ന് അരിയുന്നുണ്ട് കേട്ടോ. ഈ ചേട്ടനാണ് മെയിൻ കുക്ക്. പക്ഷേ ഹെൽപ്പ് ചെയ്യാനായിട്ട് വേറെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. കുക്ക് തന്നെ എല്ലാം ചെയ്യണമെന്നൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പോൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് വേറെ ചേട്ടന്മാരുണ്ട് കേട്ടോ. അരിയാനൊരു ചേട്ടൻ, അതുപോലെ തന്നെ മസാല ചിക്കൻ്റെ മസാല വഴറ്റാനായിട്ട് വേറൊരു ചേട്ടൻ. അങ്ങനെ ആ ചേട്ടനെ മെയിൻ കുക്കിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വേറെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരാൾ തന്നെ നിന്ന് കഴിഞ്ഞാൽ പണി ചെയ്തിട്ടില്ലല്ലോ. കറക്റ്റ് സമയത്ത് ബോട്ടിലുള്ള ആളുകൾക്ക് ഫുഡ് കൊടുക്കണ്ടേ, അതുകൊണ്ടായിരിക്കാം അവർ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. അപ്പം എന്തായാലും കണ്ടോ, ഇത് ചിക്കനുള്ള മസാല ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉള്ളിയും നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളിയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടി ഇട്ടൊരു സവോള എല്ലാം കൂടി ഇട്ട് വഴറ്റിയെടുത്തിട്ട് പിന്നെ പൊടികളെല്ലാം ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് ഗ്രേവി തിളച്ചതിന് ശേഷമാണ് ഇവർ ചിക്കൻ കറി അതിനകത്തേക്ക് ഇടുന്നത് കേട്ടോ. ചിക്കൻ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ല, ഗ്രേവി കാണുമ്പോൾ തന്നെ. അതുപോലെ തന്നെയാണ് അത് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. നല്ല മസാലയാണ് ചിക്കൻ്റെ ഒക്കെ കേട്ടോ. അടിപൊളി സംഭവമാണ് കേട്ടോ. അങ്ങനെ ചിക്കൻ എല്ലാം കൂടെ വാരി ഇടുകയാണ് നമ്മുടെ മെയിൻ കുക്കായിട്ടുള്ള സൈച്ചേട്ടൻ. സൈച്ചേട്ടനാണോ അച്ചേട്ടനാണോ, അയ്യോ ഞാൻ പേര് മറന്നുപോയി. എന്താണ് ഇതൊരു ചേട്ടനല്ലേ അല്ലേ. അപ്പോൾ ചേട്ടനെല്ലാം മസാല എല്ലാം ഇളക്കിയിട്ട് പാത്രമൊക്കെ അടച്ച് വെക്കണം. എന്ത് പറയുന്നത്, ആവിയിൽ ഇനി അത് ഇവിടെ നിന്ന് വെന്തോന്നൊക്കെയാണ് ഞങ്ങളോട് പറയുന്നത് കേട്ടോ. അങ്ങനെ ചിക്കൻ എന്തൊക്കെ ഈ ഒരു വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ഫുഡാണ് കേട്ടോ. 10 ഐറ്റം ഉണ്ടായിരുന്നു കറി, അടിപൊളിയായിരുന്നു.